ആക്ട്രസ് മഞ്ജു വാര്യർ, ഡയറക്ടർ സനൽകുമാർ ശശിധരൻ, ഇവർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ മലയാളികൾ 1-2 വർഷം മുമ്പ് തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് ഈ പറഞ്ഞ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണ്, മഞ്ജു വാര്യരുടെ മാത്രമല്ല മഞ്ജു വാര്യരുടെ മകളതും ജീവൻ അപകടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പോസ്റ്റും സാധനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരു പോയിന്റിൽ നമ്മൾ ഒരു ദിവസം കണ്ടത് ഇയാളൊരു ലൈവ് ഇടുന്നതാണ്. പോലീസുകാർ ഇയാളെ പിടിക്കാൻ വന്ന സമയത്ത് നടിയുടെ പരാതിയിൽ പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഇയാൾ ഓടിക്കേറി കാറിൽ കയറി ലൈവ് ഇടുന്നു, ഇതൊക്കെ വിളിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഗിമിക്കുകൾ മലയാളികൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ വിഷയം? വീണ്ടും ഇതെങ്ങനെ കേസായി? എന്താണ് ഇവിടെ ട്രിഗർ ചെയ്തത്? നമുക്കൊന്ന് നോക്കാം. നടിയുടെ പരാതിയിൽ കേസ്. സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ ലുക്കൗട്ട് നോട്ടീസ് ഇറക്കും അമേരിക്കയിൽ നിന്ന് സൂചന. സനൽകുമാർ ശശിധരൻ ആദ്യത്തെ കേസിൽ അകത്തുപോയി, മഞ്ജു വാര്യർ കൊടുത്ത കേസിൽ അകത്തുപോയി പുറത്തിറങ്ങിയതിന് ശേഷം നാടുവിട്ട് അയാൾ അമേരിക്കയിൽ പോയി. ഇപ്പോൾ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഇയാളുടെ സിനിമ, ഈ പറഞ്ഞ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരെ വെച്ച് ചെയ്ത ഒരു പടമാണ് കയറ്റം. ഈ പടം അയാൾ എന്ത് ചെയ്ത് നേരെ കൊണ്ടുപോയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ എടുത്ത് അവിടെ ഇങ്ങോട്ട് ഈ സാധനം അപ്ലോഡ് ചെയ്ത് കളഞ്ഞു. തിയേറ്ററിൽ വരാൻ ചിലർ സമ്മതിക്കുന്നില്ല, ചിലരുടെ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഇനി തിയേറ്റർ കാണാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് ഞാനിത് സോഷ്യൽ മീഡിയയിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് ഇയാളത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അവിടെയൊക്കെ വെച്ചിട്ടാണ് കാര്യങ്ങളുടെ ഒരു തുടക്കം വരുന്നത്. ആൻഡ് റീസെൻ്റ്ലി ഇയാളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനകത്ത് മഞ്ജു വാര്യരോട് സംസാരിക്കുന്നു, മഞ്ജു വാര്യരുമായിട്ടുള്ളൊരു ഫോൺ കോൺവെർസേഷൻ എന്ന് പറഞ്ഞൊരു വോയിസ് ക്ലിപ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര കോമഡിയാണത്. കാരണം നമ്മൾ മലയാളികൾക്ക് മഞ്ജു വാര്യരുടെ ശബ്ദം ഭയങ്കര ഫെമിലിയറാണ്. ഈ മലയാളികളുടെ മുന്നിലേക്കാണ് ഇയാൾ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നത്. ഇയാൾ മഞ്ജു വാര്യർ വെച്ചൊരു സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ ആ പടത്തിൽ എത്ര ദിവസമാണ് മഞ്ജു വാര്യർ വർക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഒരു 10-40 ദിവസം വർക്ക് ചെയ്ത് കാണും. ഡബ്ബിങ് എല്ലാം കൊണ്ടും മഞ്ജു വാര്യരുടെ ശബ്ദം ഇയാൾക്ക് മനസ്സിലാവായിട്ടുമല്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ മഞ്ജു വാര്യർ റിലേറ്റഡ് ആയിട്ട് വീണ്ടും സനൽകുമാർ ശശിധരൻ പഴയ ലൈവ് വീഡിയോ കൊണ്ടുവന്ന് ഫേസ്ബുക്കിലിടുന്നു. അയാളുടെ സിനിമ ഫേസ്ബുക്കിലും യൂട്യൂബിലും കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ തമ്മിലുള്ള കോൺവെർസേഷനാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു വോയിസ് ക്ലിപ്പും സാധനങ്ങൾ 10-45 മിനിറ്റുള്ള ഒരു വോയിസ് ക്ലിപ്പൊക്കെ അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ മുകളിലാണിപ്പോൾ രണ്ടാമതും ഇയാൾക്ക് കേസ് വന്നത്. അമേരിക്കയിലായതുകൊണ്ട് ഇനിയിപ്പോൾ ഇയാൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ള അറിയില്ല. അമേരിക്ക നല്ല ആളെ കിട്ടും. കാരണം ആ വോയിസ് ക്ലിപ്പ് ഇയാൾ അപ്ലോഡ് ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ മഞ്ജു വാര്യരുടെ ശബ്ദം മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ പൊട്ടന് മാത്രം മനസ്സിലായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം പൊട്ടനാണോ അത് ഇവർ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അല്ല ഞാൻ എന്ത് ചെയ്യും അറിയാൻ പറ്റില്ല എന്ത് ചെയ്യണം. നീ ഒന്നും ചെയ്യണ്ട സനൽ, ഞാൻ ചെത്ത് പോവാം. ഓക്കെ, നിനക്ക് റിസൾട്ട് വരും. ഞാൻ ചെത്താലും ഇനി ഫ്രീ ആവും, എന്റെ കേസ് ക്ലോസ് ആവും. യു കെൻ ബി ഹാപ്പി. അതെന്തിന് നീ ചത്തിട്ട് എന്റെ കേസ് ക്ലോസ് ആവുന്നതിന്? നീ ചാവണ്ട, നീ മര്യാദക്ക് ജീവിക്ക്, നിന്റെ ഇഷ്ടംപോലെ ജീവിക്ക്. എനിക്ക് ഒരു പ്രശ്നമില്ല, നീ നന്നായിട്ട് ജീവിക്കും, നീ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാന് ഒരു ഒറ്റ കാര്യം ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ നിന്റെ വക്കീലിനെ വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് നീ ആ വക്കീലുമായിട്ട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ കോളിലോ എന്തെങ്കിലും വിളിച്ചിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. അപ്പൊ നീ പറയാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മ്യൂച്വലായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ അത് തീർക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കോംപ്രമൈസ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. എന്നിട്ട് പിന്നെ മൂവ് ചെയ്യാം. അതല്ലാതെ ആ കേസ് എങ്ങനെ അത് ഇട്ടുകൊണ്ട് ഞാൻ സിനിമ ചെയ്യണമെന്നാണ് നീ പറയുന്നത്? എന്ത് എനക്കറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്ക് എത്ര മാത്രം എനിക്ക് ഇമ്പോസിബിൾ. വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കില്ല, നടക്കില്ല. വീഡിയോ കോളിൽ വരാൻ സമ്മതിക്കൂലേ? നീ എന്തോ അഡൽട്ട് അല്ലേ? സോ യു കീപ് സേയിങ് എവരിതിങ് യു വാണ്ട് ടു. ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ മണ്ടന് സത്യം പറഞ്ഞാൽ ആരോ പറ്റിച്ചതാണ് ഇയാളെ തോന്നുന്നത്. ഇയാളുടെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇയാൾക്ക് കൊടൂര പ്രേമമാണ് മഞ്ജു വാര്യരോട്. സെറ്റിൽ വെച്ച് മഞ്ജു വാര്യർ പ്രേമമുള്ളതുപോലെ ഇയാളുടെ അടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇയാൾക്ക് മനസ്സിലായി പ്രേമമാണെന്നുള്ളത്. ഓൾറെഡി കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളുള്ള ഒരാളാണ്. മഞ്ജു വാര്യർ പോയി പ്രപ്പോസ് ചെയ്യുന്നു. അതിനെ തുടർന്ന് ഇയാൾക്ക് അറിയില്ലടേ, ഇത് ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ. മഞ്ജു വാര്യരുടെ പേരും പറഞ്ഞ് ചിലപ്പോൾ അതേ സെറ്റിലുള്ള ആരെങ്കിലും ഓക്കെ ഇയാളെ ചിലപ്പോൾ
ഫോൺ വിളിച്ച് മഞ്ജു വാര്യരാന്ന് പറ്റിച്ചതായിരിക്കാം. ഇതാണെങ്കിൽ ആദ്യത്തെ കേസിൽ ഇയാൾ ബെയിലെടുത്ത് പുറത്തിറങ്ങിയ സമയത്താണ് ഏതോ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇയാൾക്ക് ഈ കോളും മെസ്സേജും ഒക്കെ വന്നത്. ഓക്കെ, ആൻഡ് ഈ ലേഡി സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് നടൻ ബാല ഫീമെയിൽ വോയിസിൽ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരു തമിഴ് ടച്ച് ഉണ്ട് അവർക്ക്. ഓക്കെ, ഫീമെയിലിനൊരു തമിഴ് ടച്ച് ഉണ്ട്. ഒരിക്കലും ഇത് മഞ്ജു വാര്യരുടെ ശബ്ദമല്ല. ഈ മരപ്പൊട്ടൻ ആരോ പറ്റിച്ചിരിക്കുകയാണ്. പണ്ട് മറ്റേ ശ്രീനിവാസൻ്റെ ഒരു പടം ഉണ്ടല്ലോ, ലെറ്ററൊക്കെ എഴുതിയിട്ട് മുകേഷും ടീമൊക്കെ ശ്രീനിവാസനെ പറ്റിക്കുന്നത്, അതുപോലെ ആരോ മാട്ടി പറ്റിച്ച് വിട്ടതാണ്. ഇനി ഈ ചെങ്ങായിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിയായ പ്രണയം മഞ്ജു വാര്യരുള്ളതുകൊണ്ട് അതറിയുന്ന ആരോ പറ്റിക്കുമ്പോൾ കണ്ണു അടച്ചതിൽ വീണു പോയി. ചിലപ്പോൾ ഇനി മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് വിചാരിച്ച് വാണ്ടഡ്ലി ഓക്കെ ഇയാളുടെ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടാൻ, ഞാൻ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഈ സാധനം ഇറക്കി വിട്ടത്. ഇയാൾ 7-8 പടം എടുത്ത ഒരാളാണ്, അതിനൊക്കെ അത്യാവശ്യം അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഈ പടം ഇനി ഒന്നും ആവാതെ പോകരുത് എന്നുള്ളത് കൊണ്ട് മഞ്ജു വാര്യർ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണോ, അതോ ലോകം അണ്ടറായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ മഞ്ജു വാര്യരോടുള്ള അതിയായ പ്രണയം കാരണം വേറെ ഏതെങ്കിലും ഒരു ലേഡി ഇയാളെങ്ങനെ വിളിച്ച് പറഞ്ഞ് പറ്റിക്കുമ്പോഴത്തേക്ക് അത് മഞ്ജു വാര്യരാണെന്ന് വിളിച്ചിട്ട് ചാടി കയറി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതാണോ ഒന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല. എന്താണ് ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും ഇത് മഞ്ജു വാര്യരല്ല, ഉറപ്പാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മഞ്ജു വാര്യരാണെന്ന് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ മഞ്ജു വാര്യരല്ലേ എന്താ പറയുക, വോയിസ് ചേഞ്ചറും വെച്ച് വോയിസ് ചേഞ്ച് ചെയ്തായിരിക്കും. അല്ലാതെ ഒന്നും ഒരു വഴിയില്ലടി. എങ്ങനെ തമിഴ് ടച്ചിലൊക്കെ ഇത് സംസാരിക്കും. ഇനി KM ഷാജഹാൻ ഭയങ്കര ഒരു സീനിയർ പത്രപ്രവർത്തനാണ്. ഓക്കെ, ഇങ്ങേര് മഞ്ജു വാര്യർക്കെതിരെ തുരുതുരാ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റായിട്ട്. അങ്ങേരെ കയ്യിലേക്ക് ഈ സനൽ പോയിട്ട് എന്ത് ചെയ്തു, ഒരു ഓഡിയോ, അതായത് നമ്മളിപ്പോൾ ഈ കേട്ട ഓഡിയോൻ്റെ ഫുൾ വേർഷനും അയാളുടെ ഒരു വേർഷനുമായിട്ടുള്ളൊരു സാധനം കൊടുത്തു. കേട്ട മതി കേൾക്കാത്ത മതി ഓൾറെഡി ഈ പറഞ്ഞ മഞ്ജു വാര്യരോട് ദേഷ്യവും മഞ്ജു വാര്യർക്കെതിരെയും വീഡിയോ ചെയ്ത KM ഷാജഹാൻ ഒരു സീനിയർ മാത്രം പോയിട്ട് അങ്ങേര് ഒന്നും നോക്കാതെ ഓൾറെഡി ഉള്ളൊരു ഗ്രഡ്ജ് വെച്ചിട്ടൊരു വീഡിയോ കാച്ചി അങ്ങേരെ വരെ ഇയാൾ പറ്റിച്ചു. അല്ലെങ്കിൽ അയാൾ ഉള്ള ദേഷ്യം സനൽകുമാറിനൊരു സാധനം കിട്ടിയപ്പോഴത്തേക്ക് അത് കയറി അടിച്ചു. ഇവർക്കൊന്നും ഒരു അന്തവും ബോധവും ഇല്ലേ, ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ലെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. KM ഷാജഹാൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണും. ഒരു വനിതാ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വനിതയുമായിട്ടുള്ള മഞ്ജു വാര്യരെ കുറിച്ച് അവരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരെക്കുറിച്ച് ഞാൻ തന്നെ ഈ പറഞ്ഞ പോലെ വിമർശനപരമായി ഒന്നിലധികം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞ സംവിധായകൻ, അദ്ദേഹം ഇന്ത്യ വിട്ടുപോയി. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷക്കാലമായി അദ്ദേഹം അമേരിക്കയിലാണ്. മഞ്ജു വാര്യർ 2-3 വർഷങ്ങൾക്ക് മുമ്പ് സനൽകുമാർ ശശിധരനെതിരെ കേസ് കൊടുത്തിരുന്നു. കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസ് നിലനിൽക്കുന്ന സമയത്താണ് സനൽകുമാർ ശശിധരൻ ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് പോയത്. അദ്ദേഹം ഇപ്പോഴും അമേരിക്കയിലാണുള്ളത്. അദ്ദേഹം മഞ്ജു വാര്യരുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാനത് പൂർണ്ണമായി കേട്ടു. മഞ്ജു വാര്യരുമായിട്ടാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടും. ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് വേറൊരു ഐഡിയിൽ നിന്ന് ഇവരെന്നെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്നെ കണക്ട് ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ പേരിലാണ് പറയുന്നത്, എനിക്കൊരു സിനിമ ചെയ്യാൻ പോകുന്നു, അതിൻ്റെ ഒരു ഗൈഡൻസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അതിൽ തന്നെ എന്തൊക്കെയോ കള്ളത്തരം തോന്നി. ഒരു 2-3 ദിവസത്തെ ചാറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആളാരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞു, ഇനി നിൻ്റെ ലൈഫിൽ വേറെ ആരും വേണ്ട, ഞാൻ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉറപ്പായി. അപ്പോൾ ഞാൻ ചോദിച്ചു, മഞ്ജു ആണോ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ പറയാൻ കാരണം? അത് നിങ്ങളോട് എനിക്ക് ഭയങ്കര പ്രേമമാണ്. അപ്പോൾ ഞാനത് കൺഫ്രണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അറിഞ്ഞൂടാത്ത ഒരാളോട് എനിക്ക് എങ്ങനെ പ്രേമം വരും? അങ്ങനെ ആ ചാറ്റ് 2 വർഷത്തോളം, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു ശരിക്കും. അങ്ങനെ അത് നീണ്ടു പോകുന്നു. ഞാൻ വളരെ വഴക്കുണ്ടാക്കിയപ്പോൾ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് വളരെ നിലവിളിച്ച് കരയുകയാണ്. എനിക്ക് വളരെ ഇഷ്ടമാണ്, വളരെ പ്രേമമാണ്, മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആരാണ് എന്ന് മനസ്സിലായി. അമേരിക്കയിൽ കഴിയുന്ന സനൽകുമാർ ശശിധരനുമായി കഴിഞ്ഞ 2 വർഷക്കാലം നിരന്തരമായി അവർ ഫോണിൽ സംഭാഷണം നടത്തുകയുണ്ടായിട്ടുണ്ടോ? അത് ഫേക്ക് ഐഡിയിൽ നിന്നാണോ? സനൽകുമാർ ശശിധരനോട് നിരന്തരമായി മഞ്ജു വാര്യർ പ്രേമാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ? സനൽകുമാർ ശശിധരനില്ല, ജീവിതമില്ല എന്നുള്ള നിലയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? താൻ സനൽകുമാർ ശശിധരനെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ തന്നെ കൊണ്ടാവില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടോ?
അവരുടെ ജീവിതം തകർന്നു എന്നവർ പറഞ്ഞിട്ടുണ്ടോ? അവരുടെ മകളുടെ ജീവിതം ഈ പറഞ്ഞ പോലെ അപകടത്തിലാണ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞിട്ടുണ്ടോ? ഏറ്റവും അവസാനമായി അവരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ള സനൽകുമാർ ശശിധരൻ്റെ ആരോപണം ശരിയോ തെറ്റോ? ഇത് തെളിയിക്കേണ്ട ബാധ്യത ഇനി മഞ്ജു വാര്യർക്കാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. മഞ്ജു വാര്യർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണാൻ വഴിയൊന്നുമില്ല. ഏകദേശം ഒരു 12 മണി ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഉണ്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാറ് ഒരു പൊതിച്ചോറുമായിട്ടാണ് പോകും. ഈ മറ്റേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിട്ടും, മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലൊക്കെ കിട്ടും നല്ല പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുത്താൽ മതി. ഇത് ഏകദേശം ഞാൻ പറയട്ടെ, ഇതൊന്ന് KM ഷാജഹാന് മഞ്ജു വാര്യരോടുള്ളൊരു ദേഷ്യം അതിന് മുകളിൽ വന്ന വീഡിയോ ആണെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇങ്ങനെ പോലൊരു സീനിയർ മോസ്റ്റ് ജേർണലിസ്റ്റിന് അത്യാവശ്യം കേട്ട് കഴിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വോയിസ് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ചുമ്മാ അങ്ങേക്ക് ഒരു കണ്ടൻറ്റ് പിന്നുള്ള ദേഷ്യത്തിൻ്റെ മുകളിൽ ഫ്യൂൽ ചെയ്യുന്ന പോലെ കിട്ടിയൊരു സാധനം വെച്ചടിച്ച് അത്ര ഇതിന് പറയാനുള്ളൂ. അല്ലാതെ മറ്റേ സനൽ പറയുന്ന പോലെ മഞ്ജു വാര്യരാണോ ആണല്ല പെണ്ണ്. മഞ്ജു വാര്യർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനായിട്ടൊരു ബന്ധവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ കേസ് തന്നെ കൊടുത്തിട്ടുള്ളത്. കാരണം അവരെന്തൊരു ഉത്തരം പറയണം? ഏതോ ഒരാൾ, ഇപ്പോൾ ഈ സനൽകുമാർ ശശിധരൻ തന്നെ ഈ ഓഡിയോയിൽ പറയുന്നത് ഈ പറഞ്ഞ മഞ്ജു വാര്യരാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു ഏതൊരു ലേഡി. പിന്നെ ഫോൺ കോൾ വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ ഇവന് സംശയം തോന്നിയതാണ് ഇത് മഞ്ജു വാര്യരാണോ എന്നുള്ളത്. ഇത് പണ്ടത്തെ ബോഡി ഗാർഡ് സിനിമ പോലെ ആയിപ്പോയല്ലോ പരിപാടി. ഇങ്ങനെ ഒരു ലോകം പൊട്ടനും പറയുന്നില്ല. നമ്മളെ നാടിൻ്റെ ഒരു അവസ്ഥയും ചില നാട്ടുകാരെ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്നാണെങ്കിലും മഞ്ജു വാര്യർ കേസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇതിൽ എക്സ്പ്ലനേഷൻ തരേണ്ടതോ കൊടുക്കേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല. അവരെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. എന്തിനു ചോദിക്കാൻ അവരോട്? അവർക്കായിട്ട് ഒരു ബന്ധമില്ല. സിനിമയിൽ അഭിനയിച്ചത് ആകെ വന്നേ ഈ ഡയറക്ടറായിട്ട് അവർക്ക് കാണും. അല്ലാത്ത പക്ഷം ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള ഓഡിയോ പുറത്തു വിടണം. ഇനിയൊരു ഈ നേരത്തെ ഞാൻ പ്ലേ ചെയ്ത ഓഡിയോൻ്റെ ഒരു ഓഡിയോയും കൂടി വെക്കുക. ഇതിലൊക്കെ ക്ലിയറാണ് ഇത് മഞ്ജു വാര്യരല്ല എന്നുള്ളത്. എന്തായാലും ഈ ഞാൻ ട്രസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് വിളിക്കാൻ എന്തിനാ? വൈ വിൽ ഐ ഡു ഇറ്റ് പറ? അല്ല, നീ അങ്ങനെ ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല മഞ്ജു. നീ ഇപ്പൊ 2 വർഷമായിട്ട് നീ ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ. ഞാൻ നിക്കൂ ഞാൻ പറയട്ടെ. വെയിറ്റ് ഇത്രയും നേരം നീ പറഞ്ഞു. ഞാൻ പറയട്ടെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലോ. ഇപ്പൊ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഇത്ര ഞാൻ ഓർക്ക് ഓണസ്റ്റ്. നീ പറയും പോലെ മോശത്തിന് ഓണസ്റ്റ് ഞാൻ വീണ്ടും എന്റെ ഫോണിൽ എന്തിനാ വിളിക്കണം? when I know the possibility of ruining me is high, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നടാ? എന്തിനാടാ ചെയ്യണം? അത് കുറച്ച് ആലോചിച്ച് നോക്കടാ. ഞാൻ എത്ര പോലും ഓണസ്റ്റും തീരെ സ്ത്രീ ആയാലും ഏത് തേങ്ങ ആയാലും മോശமான സ്ത്രീ ആയാലും because you know that I love you. No. Yes, no, that is you're taking it for granted, man. No. Yes. No, I am not. The reverse is true. That is the only fucking reason I trust you, because the reverse is fucking true. മനസ്സിലായോ? ശരി, പറ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് പറ. That is the only fucking reason. ട്രസ്റ്റ് ചെയ്തിട്ട് നീ മനസ്സ് തുറന്ന് സംസാരിക്കാം. പറയുമ്പോ in spite of knowing that you are capable of doing unethical things, you are capable of recording എന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നിന്നെ വിളിച്ചു. because the reverse is true. അത്ര തന്നെ. I don't want to go on record. I don't know if you're still recording. എന്തുവാടെ ഇത്? മനസ്സിലായോ? എനിക്കൊരു കാര്യം മനസ്സിലായി, മഞ്ജു വാര്യരല്ല. അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇനി എന്താ മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ. ഈ പൊട്ടന് മനസ്സിലായത് ഇത് മഞ്ജു വാര്യരാണെന്നാണ്. അല്ല, ഇവൻ ബ്ലൈൻഡാണ്. അതായത് ചിലർക്ക് കാണൂല്ലോ ഈ ബ്ലൈൻഡ് പറയുമ്പം മനസ്സായിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങൾ കാണുമല്ലോ. തെറ്റാന്നല്ല പറയുന്നത്. പക്ഷേ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഒരു വ്യക്തിയുടെ ഇമേജ് ടാർണിഷ് ചെയ്യുന്ന പോലെ സൊസൈറ്റിയിൽ ഇറങ്ങി വന്ന് ഇയാൾ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എന്നെ വിളിച്ച ആളെന്ന് ക്ലെയിം ചെയ്യുമ്പോൾ അതിന് വാലിഡായിട്ട് പ്രൂഫുകൾ വയ്ക്കാൻ പറ്റണം. ഓക്കെ, അതൊന്നും ഇല്ല. ചുമ്മാ വന്നിട്ട് വെറുതെ ബ്രാൻഡ് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അത് മൊത്തത്തിൽ ഏറ്റെടുത്തിട്ട് മഞ്ജു വാര്യർക്കെതിരെ പോകാൻ KM ഷാജഹാനെ പോലുള്ള ആളുകൾ കൊള്ളാം എന്നാണ്